കൗമാരക്കാരിൽ അധിക പേരും അവർ പരാതി പറയാൻ വേണ്ടി വിളിക്കാറുള്ള കാര്യം ഇതാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടിൽ സമ്മതിക്കുന്നില്ല, വാപ്പ സമ്മതിക്കുന്നില്ല, ഉമ്മ സമ്മതിക്കുന്നില്ല. വിവാഹത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, ആൺമക്കളാണെങ്കിൽ അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം വിവാഹം കഴിച്ചു കൊടുക്കാനാണ്. ചില ആളുകൾ പറയും സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ പറയും അവന് പക്വതയില്ലാന്ന് പറയും. വിവാഹത്തിന്റെ കാര്യത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും അർത്ഥമില്ലാത്ത ന്യായം അതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഒരാൾ വിവാഹം കഴിക്കേണ്ടത്, വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കേണ്ടത്, പക്വതയോടുകൂടി രണ്ടാൾക്കാർ പോലെ പട്ടാളച്ചിട്ട് ജീവിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഭാര്യയുമായി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഭാര്യയുമായി ജീവിക്കേണ്ടത് തമാശകൾ പറഞ്ഞുകൊണ്ടും കളിചിരികളുള്ള അവസ്ഥയിലും ഒക്കെയാണ് ഭാര്യയായിട്ട് ജീവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രായമായിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ എത്ര ഹദീസുകൾക്കാണ് അവർ തമ്മിൽ തമാശ പറഞ്ഞത്. എത്ര ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒരു യാത്രയിൽ അവിടുന്ന് സഹാബികളൊപ്പമുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ദൂരേക്ക് പോകാൻ പറഞ്ഞു, മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഇപ്പൊ അവര് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒറ്റയ്ക്ക്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, തആലി നതസാബഖ്, ആയിഷ വരൂ നമുക്ക് ഓട്ട മത്സരം നടത്താൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഓട്ട മത്സരം നടത്തിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ ചെറുതാണ്, ഞാനന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പരാജയപ്പെടുത്തി, അവിടുന്ന് തോറ്റു, ഓട്ടത്തിൽ തോറ്റു. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞു. രണ്ടാമതൊരു തവണയും ഇതുപോലെ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, തഖദ്ദമു, നിങ്ങൾ മുന്നോട്ട് പോകുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷയോട് പറഞ്ഞു, ഒരു ഓട്ട മത്സരം നടത്താം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അന്ന് ഞാൻ കുറച്ച് തടിച്ചിട്ടുണ്ട്, അന്ന് ആ മത്സരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പരാജയപ്പെടുത്തി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹാദിഹി ബിഹാദിഹി, ഇത് അന്നത്തേതിന് പകരമാണ്. അവിടുന്ന് ഓർത്തു വെച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.